ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ നമ്മൾ വർക്കിന് ആയിട്ട് ഇടുന്നത്. അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കണം എന്തുകൊണ്ട് വർക്കുകൾ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ഓയിൽ കുറയണ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, മിസ്സിങ് റണ്ണിങ്ങിൽ വണ്ടി ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, റിയർ ഷോക്ക് അബ്സർ ചെക്ക് ചെയ്യുക, സസ്പെൻഷൻ ചെക്ക് ചെയ്യണം, എയർ ഫിൽറ്റർ പ്ലഗ് ചെക്ക് ചെയ്യുക, ബ്രേക്ക് ചെക്ക് ചെയ്യുക, ചെയിൻ ടൈറ്റ് ചെയ്യുക, ടാങ്ക് ചെക്ക് ചെയ്യുക, ഫ്യൂൽ ലൈൻ ഫ്യൂലിൻ്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ഫ്യൂൽ ടാപ്പ് ചെക്ക് ചെയ്യുക. അത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം ഉറക്കട്ടെ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി മിസ്സിങ് സംബന്ധമായിട്ടൊരു കംപ്ലയിൻറ്റ് പ്രത്യക്ഷത്തിൽ എനിക്ക് ഓടിക്കുമ്പോൾ കിട്ടിയിട്ടില്ല. അത് ഒരു സീസൺ കംപ്ലയിൻറ്റ് പോലെയാണ്, ചില സമയങ്ങളിലാണ് കംപ്ലയിൻറ്റ് കാണിക്കണമെന്ന് പറയണേ. അത് സ്വാഭാവികമായിട്ടും എനിക്ക് പെട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആയിട്ട് തോന്നണില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സി ഡി ഐയുടെയൊക്കെ ആവാനാണ് സാധ്യത, ആയിരിക്കണം സി ഡി യൂണിറ്റിൻ്റെയൊക്കെ ആവാനാണ് സാധ്യത. അതെനിക്ക് തോന്നുന്നു കമ്പനി ആയിട്ടല്ലാന്ന് തോന്നുന്നു, ഒറിജിനലല്ല തന്നെ ഇരിക്കണേ. അപ്പോൾ അങ്ങനത്തെ വരാനാണ് സാധ്യത കൂടുതൽ. ഫ്യൂൽ ലൈൻ്റെ ആണെങ്കിൽ ഫുൾ ടൈം നമുക്ക് കാണിക്കും. പിന്നെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതും പ്രകാരം നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ കുറയണ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ഓയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറവുണ്ട്. ഏകദേശം ഇപ്പം നമുക്കൊരു 450 മില്ലി ഓയിലാണ് ഇപ്പോൾ എഞ്ചിനിലുള്ളൂ. സാധാരണ ഓയിൽ കുറയണത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഓയിൽ ലീക്കായിട്ട് പോകണം, അല്ലെങ്കിൽ ഓയിൽ കത്തി പോകണം. അതും അല്ലെങ്കിൽ ഓയിൽ മാറേണ്ട സമയത്തിൽ മാറ്റാതെ കൊണ്ട് ഒരുപാട് ഇങ്ങനെ ഡിലേ ആയിട്ട് അങ്ങനെ കുറുകി പോകണം. ഇതിനകത്ത് ഓയിൽ കത്തുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ആ പ്ലഗിനകത്തൊക്കെ നല്ല ഒരു ഓയിൽ മയത്തോട് കൂടിയിട്ടൊക്കെ കാർബൺ വന്ന് നിൽക്കണം. ഇതൊക്കെ നോക്കുമ്പോൾ പ്ലഗ് നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണേ. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ വേറൊരു ലീക്കേജ് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഓയിൽ ലെവൽ തീരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ഓയിൽ ഇപ്പോൾ എന്തെങ്കിലും മാറ്റിയതിന് ശേഷം കൃത്യമായിട്ട് അതിൻ്റെ ഇത് ചെക്ക് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഓയിൽ താഴേക്ക് ചാടി പോകുന്നുണ്ടോ എന്നുള്ള കേസുകളൊക്കെ നോക്കാം. നിലവിൽ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ കാണുന്നില്ല, വണ്ടി കഴുകിയേക്കണത് കൊണ്ട് നമുക്ക് അറിയാനും പറ്റില്ല കേട്ടോ. ഈ സൈഡിൽ ചെറിയൊരു നനവ് പോലെ തോന്നുന്നുണ്ട് കിക്കറിൻ്റെ ഈ ഭാഗത്തായിട്ട്. പക്ഷേ അതിന് മാത്രം ഇത്രയും കുറയാനുള്ള ലീക്ക് ഉണ്ടെങ്കിൽ അവിടെ ശരിക്കും ഓയിൽ മയം വന്ന് നിൽക്കേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഓയിൽ മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടം ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിൻ്റെ മീറ്റർ വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്കത് അറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്കൊരു ദിവസം ഏകദേശം എത്ര ഓടുണ്ടെന്ന് നമ്മളൊന്ന് കണക്ക് കൂട്ടിയിട്ട് ഏകദേശം ഒരു 1000 കിലോമീറ്റർ കൂടുമ്പോഴാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. 1000 കിലോമീറ്റർ അതല്ലെങ്കിൽ ഒരു മാസം, ഏതാണോ ആദ്യം തന്നെ അത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റാം. അതിനുശേഷം ഇപ്പോൾ കിലോമീറ്റർ നോക്കിയിട്ട് ഇപ്പോൾ നോക്കുകയാണ്, ഇപ്പോൾ ഒരു 10 ദിവസം കൊണ്ട് 1000 കിലോമീറ്ററൊക്കെ ഓടുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നോക്കണം. ഇനി അതല്ലെങ്കിൽ ഒരു മാസത്തിലാവണമെങ്കിൽ അങ്ങനെ കണക്കാക്കി നോക്കാം. ഇനി ഒരു മാസത്തിന് മുകളിൽ 1000 കിലോമീറ്റർ ഓടണമെന്നുണ്ടെങ്കിൽ അത് നോക്കരുത്. ആദ്യം ഒരു മാസം കഴിയുമ്പോൾ ഓയിൽ ചെക്ക് ചെയ്യാം, എത്രത്തോളം കുറഞ്ഞു പോകേണ്ടെന്ന് നോക്കാം. അത് നമ്മൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലായ്പ്പോഴും നമ്മൾ ഓർമ്മയിൽ നിൽക്കില്ല, പെട്ടെന്ന് കംപ്ലയിൻറ്റിലേക്ക് പോകും. ഇതിൻ്റെ എഞ്ചിൻ വർക്കൊക്കെ ചെയ്തേക്കണ വണ്ടിയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് കുറഞ്ഞു പോകണമെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്ത് റെഡിയാക്കി വിടേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചേക്കാം. അതല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സാമ്പത്തിക ചിലവ് വരുന്ന കേസാണ്, പ്രത്യേകം നോക്കണം. പിന്നെ ചെയിനൊക്കെ നല്ല രീതിയിൽ ലൂസ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചെയിൻ സ്പോക്കറ്റ് പുതിയതാണ് കിടക്കുന്നത്, വലിയ പഴക്കമില്ല. ചെയിൻ സ്പോക്കറ്റ് പൊസിഷനൊക്കെ മാറ്റി എൻ്റെ ക്ലിപ്പൊക്കെ മാറ്റിയൊക്കെ പിടിപ്പിച്ചാൽ ഞാനപ്പോൾ കറക്റ്റാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചെയിൻ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ബാക്ക് സസ്പെൻഷൻ കംപ്ലയിൻറ്റാണ്, ഈ ഷോക്കപ്പ് കംപ്ലയിൻറ്റാണ്. അപ്പോൾ ആ കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആക്ഷൻ കൂടുതൽ വരും, ചെയിൻ വലിച്ചൊരു കൂടുതൽ വരും. അതാണ് സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഷോക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, ഓൾറെഡി അതിൻ്റെ കപ്പാസിറ്റി പോയിട്ടുണ്ട്, നല്ല രീതിയിൽ ആക്ഷൻ ആവുന്നുണ്ട്. തന്നെയല്ല അത് എനിക്ക് തോന്നുന്നു ബാക്ക് മൺകാടിൻ്റെ ആ ഭാഗത്ത് ടച്ച് ചെയ്ത് അവിടെ മൺകാട് പൊട്ടിയേക്കണതൊക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഷോക്കപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയിൻ സ്പോക്കറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി ബ്രേക്കൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത് ആ ഭാഗം റെഡിയാക്കി തരാം കേട്ടോ. പിന്നെ ഫ്യൂൽ ലൈൻറ്റേഴ്സ് പറഞ്ഞിട്ട് ഫ്യൂൽ ടാപ്പൊക്കെ നോക്കി ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ ടാപ്പ് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ടാപ്പ് നമുക്ക് മാറ്റാനാണ് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ ഈ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റേണ്ട ടൈമാണ്, അത്യാവശ്യം അഴുക്കായിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ഈ എയർ ഫിൽറ്ററും പ്ലഗും ഇതാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ രണ്ടും കൂടി മാറ്റി റീസെറ്റ് ആക്കാം. ഫ്രണ്ട് ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളത് നോക്കാനായിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, ബ്രേക്കിൻ്റെ ബ്രാക്കറ്റൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. മിസ്സിങ് സംബന്ധമായിട്ടുള്ളൊരു പ്രോബ്ലം പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഈ കാർബേറ്ററൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ E20 പെട്രോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കാർബേറ്റർ അഴിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്താൽ ചിലപ്പോൾ കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ചെയ്താൽ മതി. അതിനുള്ള പ്രശ്നം എനിക്ക് പ്രത്യക്ഷത്തിൽ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടിയിട്ടില്ല. പരമാവധി ഉപയോഗിക്കുക. ചെറിയ പ്രശ്നങ്ങൾ ഓഫായി പോകുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനാണ് ഇപ്പോൾ നമുക്ക് പറ്റുള്ളൂ. അതല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് കാർബേറ്റർ അഴിക്കണം, പോവുകയാണെങ്കിൽ മാറ്റാൻ കണക്കാക്കി തന്നെ അഴിക്കണം. ഏകദേശം കാർബേറ്റർ അസംബ്ലി 5000 രൂപ മുകളിൽ റേറ്റ് ഉണ്ട്, 500 ആ റേഞ്ചൊക്കെ കാർബേറ്റർ അസംബ്ലിക്ക് മാത്രം വിലയുണ്ട് കേട്ടോ. അത് നോർമലി വെച്ചേക്കാം. പിന്നെ അതേപോലെ തന്നെ ഫോർക്ക് സൈഡൊക്കെ ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഓയിൽ സീൽ
ലീക്ക് ഉണ്ട്. അത് പ്രത്യേകിച്ച് അത് ചെയ്യണ്ടെന്ന് പറഞ്ഞാണ്. അപ്പോൾ അതുതന്നെ നമ്മളത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിൽ ലീക്കിൻ്റെ കേസ് കൃത്യമായിട്ട് നോക്കിയേക്കാം. ഓയിൽ കുറയണുണ്ട്, ഓയിൽ ലീക്കല്ല, ഓയിൽ ലെവൽ കുറഞ്ഞേക്കണ കേസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, നോക്കുക. അതെന്താണ് പോരായ്മ എന്ന് വെച്ചാൽ നോക്കി അഴിച്ച് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ലെവൽ ഒരു മാസത്തിനുള്ളിലൊക്കെ ഇത്രയും കുറഞ്ഞ് പോകാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഒരു മാസത്തിനുള്ളിൽ ഇത്രയും കുറഞ്ഞിട്ടുണ്ടാവില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ ഉപയോഗം അനുസരിച്ചിട്ട് വന്നിട്ടുണ്ടാവുക. അതൊന്ന് കൃത്യമായിട്ടൊന്ന് മോണിറ്റർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പണി വരും. ഞാനപ്പോൾ അതിൻ്റെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റഡ് എയർ ഫിൽറ്റർ പ്ലഗ്, എഞ്ചിൻ ഓയിൽ. ഇപ്പോൾ എന്തായാലും ഇതിനകത്തേക്ക് ഓയിൽ ഒഴിക്കലടക്കില്ലല്ലോ, പുതിയ ഓയിൽ മാറ്റേണ്ടി വരും. പിന്നെ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ക്ലീനിങ്, ബാക്കിയത്തെ വർക്കുകളെല്ലാം ഉൾപ്പെടുത്തി, പെട്രോൾ ടാപ്പ് കാര്യങ്ങൾ ഉൾപ്പെടുത്തി, ടാങ്ക് ക്ലീനിങ്ങൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ.